ഭാരതവും UAE-യുമായുള്ള ബന്ധം ലോകത്തിന് മാതൃകയാണെന്ന് പ്രധാനമന്ത്രി പറയുകയുണ്ടായി. വിവിധ മേഖലകളിലെ സഹകരണം അതിനെക്കുറിച്ചാണ് ഐസൻ പറഞ്ഞുകൊണ്ടിരുന്നത്. ദ്വിദിന സന്ദർശനത്തിന് ശേഷം നമുക്കറിയാം ഖത്തറിലേക്കാണ് അദ്ദേഹം പോകുന്നത്. രണ്ടാമത്തെ ഖത്തർ സന്ദർശനമാണ്. ഇത്തവണത്തെ വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഖത്തറിൽ വധശിക്ഷയ്ക്ക് വിധിച്ചിരുന്ന 8 ഇന്ത്യൻ മുൻ നാവികരുടെ മോചനത്തിന് പിന്നാലെയാണ് നമ്മുടെ പ്രധാനമന്ത്രിയുടെ സന്ദർശനം എന്നുള്ളത്. അതിന് ഖത്തർ അമീറുമായി കൂടിക്കാഴ്ചയുണ്ട്. അതിനെ എങ്ങനെ നോക്കിക്കാണണം? ലക്ഷ്മി, ആ വിഷയം തന്നെ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസമാണ് 8ഓളം നാവികർക്ക് മോചനം ലഭ്യമായത്. ഇതിലൊരു മലയാളി കൂടി ഉണ്ടായിരുന്നു. മലയാളി ജനം ടിവിയോട് സംവദിക്കുകയും ചെയ്തു. ഇത് എത്ര കണ്ട് കാര്യക്ഷമമായി നടത്തുന്നതിന് കേന്ദ്ര സർക്കാരിൻ്റെ സാധ്യതകളുണ്ടായി, അല്ലെങ്കിൽ അതിൻ്റെ ഒരു കമ്മിറ്റ്മെൻറ്റ് ഉണ്ടായെന്ന് അദ്ദേഹം നേരിട്ട് നമ്മളോട് സംവദിക്കുകയും ചെയ്തത് ഇക്കഴിഞ്ഞ ദിവസമാണ്. അതുകൊണ്ട് തന്നെ ആ സാധ്യതകളിൽ നിന്ന് തന്നെ പരിശോധിക്കുകയാണെങ്കിൽ നമുക്കറിയാൻ സാധിക്കും, കുറ്റവാളികളെ കൈമാറുന്നതിനും വിചാരണ ചെയ്യുന്നതിനുമുള്ള വലിയൊരു ധാരണയിലേക്കാണ് ഇരു രാജ്യങ്ങളും എത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ആ സൂചന നമുക്ക് ലഭ്യമാകുന്നത്. കാരണം അത്തരത്തിലൊരു വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട, അല്ലെങ്കിൽ വധശിക്ഷയ്ക്ക് വിധിക്ക് അപ്പീൽ നൽകി അത്തരത്തിലുള്ള നിയമ നടപടികളെല്ലാം തന്നെ ഉണ്ടായി എങ്കിൽ കൂടി വളരെ കൃത്യമായി അവരെ മോചിപ്പിക്കുന്നതിനും ഈ ചെറിയ കാലയളവിനിടയിൽ, ഈ കഴിഞ്ഞ ദിവസം, അതായത് ഓഗസ്റ്റ് മാസത്തിലോ സെപ്റ്റംബർ മാസത്തിലോ മറ്റോ ആണ് പ്രധാനമന്ത്രിക്ക് ഇത് സംബന്ധിച്ച പരാതി പോലും ലഭ്യമാകുന്നത്. അതിനിടയിൽ, അതായത് ഈ ഒരു 6 മാസത്തിനിടയിലുള്ള കൃത്യമായ പ്രവർത്തനത്തിനുള്ളിൽ വളരെ സുരക്ഷിതരായി അവരെ തിരിച്ചെത്തിക്കാൻ സാധിച്ചു എന്നതാണ് ഏറെ അഭിനന്ദനാർഹമായ ഒരു കാര്യമായി തന്നെ നമ്മൾ ചൂണ്ടിക്കാണിക്കേണ്ടത്. അത്തരത്തിൽ ചൂണ്ടിക്കാണിക്കുമ്പോൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഇത്തരത്തിലുള്ള നിയമ നടപടികളുടെ ഭാഗമായുള്ള നീക്കങ്ങൾ തീർച്ചയായും നമുക്കറിയാവുന്നതാണ്. അന്താരാഷ്ട്ര തലത്തിൽ ഏറെ ഗൗരവമർഹിക്കുന്ന വിഷയങ്ങളാണ് മയക്കുമരുന്ന് കള്ളക്കടത്ത്, അത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ. ഇതിലെല്ലാം ഉൾപ്പെടുന്ന കുറ്റവാളികളെ പരസ്പരം കൈമാറുന്നതിനുള്ള ധാരണ മുതൽ ഇത്തരത്തിൽ ഏതെങ്കിലും പ്രശ്നങ്ങളുണ്ടായാൽ അവരെ വിചാരണ ചെയ്യുന്നതിനും അതുവരെ വിട്ടുകിട്ടുന്നതിനുമുള്ള ധാരണകളും, അതുപോലെ തന്നെ മാനുഷികമായ ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുന്നതിന് നിയമപരമായ ചില സാധ്യതകൾ വളരെ കൃത്യമായി നിർവചിക്കപ്പെടേണ്ടതുണ്ട്. അത്തരം നീക്കങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഖത്തർ സന്ദർശനത്തോടെ നമുക്ക് ഈ ഉണ്ടായ സംഭവ വികാസം, അതായത് ഈ 8 നാവികരെ സുരക്ഷിതരായി തിരിച്ചെത്തിക്കാൻ സാധിച്ച ആ ഒരു നയതന്ത്ര ഇടപെടലിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഖത്തർ നൽകുന്ന അത്തരമൊരു സൂചന തന്നെയാണ്. സ്വാഭാവികമായും നമുക്കറിയാവുന്നതാണ്, ഖത്തറിൽ നിന്ന് നമ്മൾ വലിയ തോതിൽ എണ്ണ ഇറക്കുമതി ചെയ്യുന്നു. എണ്ണ ഇറക്കുമതി ചെയ്യുന്നതിനനുസൃതമായി മറ്റ് എക്സ്പോർട്ടുകളൊന്നും ഖത്തറിലേക്ക് കാര്യമായി സാധ്യമാകുന്നതല്ല, അല്ലെങ്കിൽ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലേക്കോ കാര്യമായി സാധ്യമാകാത്ത ഒരു സ്ഥിതിവിശേഷം ഇപ്പോഴുണ്ട്. അതുകൊണ്ട് തന്നെ ആ രംഗത്തുള്ള വളർച്ച, ട്രേഡ് രംഗത്തുള്ള വളർച്ചയ്ക്കുള്ള സാധ്യത, അതിനൊരു സിഗ്നൽ, അതായത് ഈ ഖത്തറുമായി ഭാരതം നടത്താനിരിക്കുന്ന ഭാവിയിലെ കച്ചവട ബന്ധങ്ങളും അതുപോലെ തന്നെ ഒരു പക്ഷേ സൈനികമെന്നു കൂടി നമുക്ക് വ്യാഖ്യാനിക്കാവുന്ന, എന്നാൽ അത് കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. അത് തീർച്ചയായും നമുക്കൊന്നും പറയാൻ സാധിക്കാത്തതുമാണ്. എങ്കിലും ഒരു സൈനിക സഹകരണത്തിലേക്ക് പോലും നീങ്ങാവുന്ന സാധ്യതകൾ തന്നെയാണ് ഇവിടെ ഊട്ടിയുറപ്പിക്കപ്പെടുന്നത്. നമുക്കറിയാവുന്നതാണ് ഖത്തറിനെ ചെങ്കടലിൻ്റെ ഗൗരവം, ചെങ്കടലിലെ സുരക്ഷിത യാത്രയുടെ ഗൗരവം ഖത്തറിനെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രാധാന്യമർഹിക്കുന്നതാണ്. അതുപോലെ തന്നെ അറബിക്കടലിലും ഇന്ത്യൻ ഓഷ്യനിലും എല്ലാം തന്നെ ഭാരതത്തിൻ്റെ ശക്തമായൊരു നെറ്റ്വർക്ക്, നാവികസേനയുടെ ഒരു നെറ്റ്വർക്കും നാവികസേനയുടെ ഫാസ്റ്റ് റീച്ചിങ് നെറ്റ്വർക്കായി പ്രവർത്തിക്കുന്നത്. അതായത് ഭാരതത്തിൻ്റെ ആ ഒരു ഉപഭൂഖണ്ഡത്തിൽ നിന്നും ഈ സമുദ്രപ്രദേശങ്ങളിലേക്ക് ഈസിയായി എത്തിപ്പെടാനും കൃത്യമായ രക്ഷാപ്രവർത്തനം നടത്താനുമുള്ളൊരു സാധ്യത ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം വളരെ വലുതാണ്. സ്വാഭാവികമായും ഈ സമുദ്രമേഖലയിൽ ശക്തമായ സൈനിക സാന്നിധ്യമാകുന്നതിനുള്ള സാങ്കേതിക ശേഷിയും അതുപോലെ തന്നെ സാറ്റലൈറ്റ് ഉൾപ്പെടെയുള്ള ബഹിരാകാശ വിനിമയ ശേഷിയും എല്ലാം തന്നെ നമുക്കുണ്ട്. സ്വാഭാവികമായും അതിൻ്റെ എല്ലാം നേട്ടങ്ങൾ നമുക്ക് ലഭ്യമാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല, ഈ ജൂലൈ മാസത്തോടു കൂടി, അല്ലെങ്കിൽ ജൂൺ മാസത്തോടു കൂടി തന്നെ വിമാനങ്ങളിൽ വൈഫൈ ലഭ്യമാക്കുന്ന ഒരു സാധ്യത ഭാരതത്തിന് തുറന്നു കിട്ടുകയാണ്. അത്തരമൊരു സാധ്യത തുറന്നു കിട്ടുമ്പോൾ ആ ഒരു സാറ്റലൈറ്റിൻ്റെ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള വൈഫൈ സാധ്യതകൾ അതായത് വിമാനത്തിലും കപ്പലിലും ലഭ്യമാക്കുന്ന ആ സംവിധാനത്തിൻ്റെ ഒരു വലിയ ഉപഭോക്താവാകാനുള്ള സാധ്യതയും ഖത്തറിനുണ്ട്. കാരണം ഭാരതം ബഹിരാകാശ രംഗത്ത് വളരെയധികം മുന്നേറിയ ഒരു രാജ്യമാണ്. അതുകൊണ്ട് തന്നെ ബഹിരാകാശ രംഗത്തെ നേട്ടങ്ങൾ വൻതോതിൽ പ്രയോജനപ്പെടുത്താൻ സമുദ്ര നാവിക രംഗത്തും സമുദ്ര വാണിജ്യ രംഗത്തും എല്ലാം തന്നെ അത് പ്രയോജനപ്പെടുത്തുന്നതിന് വളരെയധികം സാധ്യതകളുണ്ട്.